അതിവേഗ മാറ്റങ്ങളുടെ ലോകത്ത് ആശ്വാസം പകരുന്ന നടപടികളാണ് മുതിർന്ന പൗരന്മാർ ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആദായ നികുതി ഇളവുകൾ മുതൽ അപേക്ഷകൾക്കും ഫയലിംഗിനും ഉൾപ്പെടെ സമയപരിധി നീട്ടി നൽകുന്നതുവരെ വയോജനങ്ങളുടെ ആവശ്യങ്ങളിൽപ്പെടുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുതിർന്ന പൗരന്മാർ ബജറ്റ് കാത്തിരിക്കുന്നത്. പ്രായമായതോടെ വരുമാനം കുറഞ്ഞതും കുതിച്ചുപായുന്ന വിലയും ഉയരുന്ന ജീവിത ചെലവും വെല്ലുവിളിയാകുന്ന പ്രായത്തിലുള്ളവർക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കാൻ വേണ്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. സ്ഥിര നിക്ഷേപങ്ങൾ, വാടക വരുമാനം എന്നിവയൊക്കെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് കയ്യിൽ അധിക തുക ഉറപ്പുവരുത്താൻ നടപടികളുണ്ടായേക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിലവിലെ 50,000-ൽ നിന്ന് 1,00,000-ആയി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ആശ്വാസമായി മുതിർന്ന പൗരന്മാർക്ക് വാടകയിൽ നികുതി ഇളവ് നൽകുന്നതും പരിഗണിച്ചേക്കും. പ്രധാനമന്ത്രി വയവന്ദന യോജന, ആയുഷ്മാൻ ഭാരത് പദ്ധതികളുടെ വിപുലീകരണം എന്നിവയ്ക്കും ധനമന്ത്രി ബജറ്റിൽ സ്ഥാനം നൽകിയേക്കും. വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾ നേരിടുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിനുമേലുള്ള ഡിഡക്ഷനും ഉയർത്തും. ദീർഘകാല മൂലധന നിക്ഷേപങ്ങൾക്കുള്ള നികുതി ഒഴിവ് പരിധി ഉയർത്താനും പദ്ധതിയുണ്ട്. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പരമാവധി പ്രായപരിധിയിൽ ചില മാറ്റങ്ങൾ വേണമെന്ന മുതിർന്ന പൗരന്മാരുടെ ആഗ്രഹം എങ്ങനെ ധനമന്ത്രി പരിഗണിക്കുമെന്ന് ബജറ്റിൽ അറിയാം. ഫൈനാൻഷ്യൽ ഡെസ്ക് 24.